ഗതാഗത മന്ത്രിയുടെ വാളകത്തുള്ള വീട്ടിൽ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഗതാഗത മന്ത്രിക്ക് ഏറ്റവും പ്രിയങ്കരമായി കണ്ടത് ഈ കളിപ്പാട്ടങ്ങളാണ്. ആ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം വിവിധ മോഡലുകളിൽപ്പെട്ട വാഹനങ്ങളാണ്. എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ്? എപ്പോൾ തുടങ്ങിയതാണ് ഇത്? ഈ ഒരു ക്രൈസ് പണ്ട് മുതലുള്ള കളക്ഷനാണോ അതോ ഇപ്പോഴും ഉണ്ടോ? കുഞ്ഞിലെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ അച്ഛൻ MBA ഒക്കെ ഡൽഹിയിലൊക്കെ പോകുന്ന കാലത്തൊക്കെ അമ്മയുടെ കൂടെ അമ്മ ചെറിയ കാറ് വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ അമ്മ ഒന്നും അന്ന് നല്ല വിലയാണ്. അപ്പോൾ എന്നാലും അമ്മ അച്ഛൻ പറയും കളിപ്പാട്ടൊന്നും മാറ്റി കൊടുക്കുന്നത്. പക്ഷേ എന്നാലും അമ്മ എവിടെ നിന്നെങ്കിലുമൊക്കെ ചെറിയ കാറുകളൊക്കെ മാറ്റി കൊടുത്തത്. അങ്ങനെ തുടങ്ങിയൊരു കളക്ഷനാണ്. പിന്നീട് ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ച ശേഷം ഞാൻ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന ഒരു അലമാരി നിറച്ചൊരു 10,000 കാറുകൾ, ചെറിയ കാറുകൾ ഇത് പൂട്ടി വെച്ചേക്കായിരുന്നു. ഒരു ദിവസം എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോനോട് പറഞ്ഞു, എടാ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കുറേ കാറ് കൊണ്ടാ നമ്മളിനുണ്ടെങ്കിൽ എടുത്തു തരാൻ പറഞ്ഞു. എന്തൊരു സ്വാർത്ഥതയാണ് ഈ കാറുകൾ പൂട്ടി വെക്കുക. ലോക്കൽ ഇരുമ്പലന്മാരിക്കകത്ത് പൂട്ടി വെച്ചു. അത്ര ഇഷ്ടമാണ്. അതിനകത്ത് പൂട്ടി വെച്ചത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറക്കും, കാണും, എടുത്ത് തിരിച്ചു വയ്ക്കും. അങ്ങനെയായിരുന്നു അത്. അപ്പോൾ എൻ്റെ മോനോട് പറഞ്ഞു കൊടുത്ത്, നിൻ്റെ അച്ഛൻ്റെ ഒരുപാട് കാറുകൾ കൊണ്ട് എടുത്തു തരാൻ പറഞ്ഞതാണ്. ദൈവം എന്നും ചോദിക്കും, അച്ഛാ കാറെടുത്ത്. അങ്ങനെ അവസാനം അലമാരി തുറന്നു കൊടുത്തു. അവനത് മൊത്തം കളഞ്ഞു. അതെല്ലാം പോയതിന് ശേഷം പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് പതുക്കെ കളക്ഷൻ തുടങ്ങിയപ്പോഴാണ് ബിന്ദു എവിടെയെങ്കിലും വൈഫ് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഏത് രാജ്യത്ത് പോയാലും ഇതാണ് കൊണ്ടുതരുന്നത്. വേറെ ഒന്നും വേണ്ട, തുണിയും ഒരു സാധനവും വേണ്ട. ഈ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു, പുതിയ മോഡലുകൾ ഇവിടെ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണുമ്പോൾ കടകളിൽ നിന്നൊക്കെ ചെറിയൊരു മോഡൽ വാങ്ങും. പിന്നെ ഞാൻ റിമോട്ട് കൺട്രോളിലുള്ള കാറുകൾ, ട്രെയിനൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് അമേരിക്കയിലൊക്കെ അതിനുള്ള സാധനം കണ്ടിട്ട് അവിടെ നിന്ന് വരുത്തി വെച്ചിട്ടുണ്ട്. ട്രെയിനുണ്ട്. ഇപ്പോഴത്തെ ഭരിക്കുന്ന വകുപ്പുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. പുതിയ മോഡലുകൾ, പുതിയ സാധ്യതകൾ, ഇതിലേക്ക് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? അത് ഗുണം ചെയ്തിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് തന്നെ ഈ കാർ ഓടിക്കാൻ മാത്രമല്ല, കാർ പണിയാനുള്ള എല്ലാവരും ഫിയറ്റൊക്കെ ഉണ്ടായ കാലത്ത് ഇതിൻ്റെ കാർബറേറ്ററും എയർ ഫിൽറ്ററും ഒക്കെ അടിച്ച് ക്ലീൻ ചെയ്യുന്നു കൊച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛൻ എന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ എനിക്കിപ്പോഴും വണ്ടി ബസ്സിനെ പറ്റിയൊക്കെ പറയുന്നത് കറക്റ്റ് എൻ്റെ ടെക്നോളജിയാണ്. ഇപ്പോഴും എൻ്റെ വണ്ടി തന്നെ ഡ്രൈവർ ഓടിക്കുമെങ്കിലും ഇടയ്ക്ക് ഞാനൊന്ന് ഓടിക്കും. ആ ഓടിക്കുന്നൊരു 10 മിനിറ്റിനുള്ളിൽ ഈ വണ്ടിക്ക് എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയും. ആണോ? അപ്പോൾ നിങ്ങൾ KSRTC ബസ് എടുത്ത് തന്നേക്ക് ഓടിക്കുന്നത് ഞാൻ ഓടിച്ചിട്ട് ആ വണ്ടിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ പുതിയ ഇലക്ട്രിക് ബസ് വന്നപ്പോൾ മന്ത്രി എന്നുള്ള നിലയിലോ ഇലക്ട്രിക് ബസ് വന്നപ്പോൾ ഇടപെടാൻ അങ്ങനെ ഓടിച്ചോളൂ. നല്ല ആണോ? മറ്റത് ഓടിച്ചോളൂ. ഇല്ല, അത് ഓടിച്ച് നോക്കണം ബസ്. അതിനകത്ത് പിന്നെ വണ്ടികളിലെ ലോഡ് ഇതൊക്കെ പല കാര്യങ്ങളുണ്ട്, ടയർ തേയ്മാനം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കുട്ടിക്കാലത്തോട്ട് ഞാൻ എൻ്റെ വണ്ടി എൻ്റെ ഡ്രൈവറെ പരിശീലിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ആരും പറഞ്ഞാൽ മതി. എൻ്റെ ഫോർച്യൂണർ വണ്ടിക്ക് ഒരു ടയർ കമ്പനി ഇട്ട് തന്നതാണ്. ആ ടയർ 71 കിലോമീറ്റർ ടയർ കട്ട തേയാതെ കൂടി. പിന്നെ ഞാൻ വണ്ടി വിൽക്കുമ്പോഴാണ് ഒരു 3000 കിലോമീറ്റർ മുകളിൽ കട്ട ചെയ്തത്. അപ്പോൾ അത്ര ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയാണ് വണ്ടി. ആവശ്യമില്ലാതെ ഞാനിപ്പോഴൊരു വണ്ടിയെ കാണുന്നതൊരു എന്നെപ്പോലെ ഒരു മനുഷ്യനായിട്ടാണ്. അതിനെ കാലി പിടിച്ച് വലിക്കുക, അങ്ങോട്ട് വലിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. വളരെ സ്മൂത്തായിട്ട് ബസ്സായാലും കാറായാലും കട്ടറിലൊന്നും ചാടാതെ ഈ നല്ല റോഡുകൾ വന്നതിന് വളരെ സന്തോഷമാണ്. ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഏതാണ്? ഇപ്പോൾ ഇന്നോവ ഉണ്ട്, പിന്നെ ഒരു മിനി കൂപ്പറുണ്ട്, മാരുതിയൊക്കെ ചെറിയ മാരുതിയാണ്, ഗ്യാസ് വണ്ടി ഇറങ്ങുന്നുണ്ട്. അതിലാണ് ഇവിടുത്തെ യാത്രയൊക്കെ നടക്കുന്നത്. ഒരു ദിവസം ഒരു 100 കിലോമീറ്ററൊക്കെ മണ്ഡലത്തിൽ യാത്രയുണ്ട്. അത് ഗ്യാസ് പ്രൈസ് ഉണ്ടായിരുന്നു. 2 വീലർ വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അന്ന് അച്ഛനെ പറ്റിച്ച് 2 വീലർ വാങ്ങിച്ചു. അച്ഛനെ പറഞ്ഞ് വണ്ടി വാങ്ങിച്ചു തരത്തില്ല, വണ്ടിയിൽ വീഴുമെന്ന് പറഞ്ഞു. അന്ന് യമഹ, അന്ന് ബുള്ളറ്റാണ് ഏറ്റവും വില കൂടി വണ്ടി. അതിന് മുകളിൽ വന്ന വണ്ടി രാജദൂത് യമഹ എന്നൊരു വണ്ടിയാണ്. ബുള്ളറ്റ് 250 cc ആയിരുന്നു, മറ്റേ 350 cc. 2 സിലിണ്ടറൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് വരിക. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്ത് അച്ഛൻ്റെ അവനൊരു ബൈക്ക് വേണമെന്ന് വലിയ ശല്യം. അപ്പോൾ അച്ഛൻ്റെ ഒരു കസിൻ്റെ ഒരു അനന്തരമുള്ള മകനുണ്ട്. ഞാൻ വിളിച്ചു, ചേട്ടാ അതിന് വണ്ടി വേറെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വന്നു പറഞ്ഞു, അമ്മ അപകടമൊന്നും ഇല്ലാത്ത വണ്ടി യമഹയുടെയാണ്. എന്നാൽ അതിനോട് വാങ്ങിച്ചു കൊടുക്കണം. അന്ന് 15,000 രൂപയാണ് ബുള്ളറ്റിൻ്റെ വില. ഇത് 36,000 രൂപയായി. ആ വണ്ടി എനിക്ക് വാങ്ങിച്ചത്. അത് കൂടുതൽ ഓടിച്ചത് പ്രിയദർശനാണ്. ഞാനും ഓടിക്കത്തില്ല. എന്നോട് അമ്മ ഉടനെ ജോത്സ്യനെ കാണും. അമ്മ നിനക്ക് കഷ്ടമാണ് 6 മാസത്തേക്ക്, അതുകൊണ്ട് നീ വണ്ടി അവിടെ ഇരിക്കട്ടെ, എൻ്റെ താക്കോലിട്ട് വിളിച്ചു വയ്ക്കും. പ്രിയം വന്ന് താക്കോൽ വാങ്ങിച്ചു. ഈ ജോത്സ്യനെ സത്യത്തിൽ പ്രിയദർശൻ കൊണ്ടുവന്നാണോ എന്ന് എനിക്ക് സംശയം. പ്രിയൻ എപ്പോഴും ഇൻ്റർവ്യൂലൊക്കെ പറയും ഞാൻ അവൻ്റെ വണ്ടിയിൽ ഓടിക്കൊണ്ടിരുന്നു പറയും. ഞാനിത് ഓടിച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അവർ ഓടിക്കൊണ്ടിരുന്നു. കളക്ഷൻസിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കളക്ഷൻ ഏതാണ്? പെട്ടെന്ന് ഷാർപ്പായിട്ട് ഓർത്താൽ
പിന്നെ ഒരുപാട് സാധനം ഇതെല്ലാം ഇപ്പൊ ഏറ്റവും last മേടിച്ചുകൊണ്ട് തന്നതേതാ? Last ഞാൻ ഉപയോഗിക്കുന്ന പോളിസ് കാർ ആ. പത്തനാപുരത്തുള്ള ഒരു 2 കുട്ടികളാണ്, ഒരു ചെറുപ്പക്കാരൻ, ഞാൻ കണ്ടു, MLA ന്ന് board അവർ ചെയ്ത് തന്ന അവരുടെ കൈ കൊണ്ടുള്ള ബിരുദാണ്. അവരുടെ ആ ഒരു പഴയ കോളേജാണ് ആ കോളേജ് ഇപ്പോഴും ഉണ്ട്. ആ കോളേജിനോടുള്ള ഇഷ്ടം, അവർക്ക് തോന്നിയ മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടമാണ് ശരിക്കും ആ വണ്ടി ഉണ്ടാക്കി തന്നെ. എത്ര മനസ്സിൽ ആ കൊച്ചു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്, അവൻ്റെ മനസ്സിൽ തെർമോകോളിൽ ചെയ്തതാണ്. പിന്നെ ആ വാഹനം ഇത്രയും പതിഞ്ഞത് കൊണ്ടല്ലേ ആ കുട്ടി അത് അതായത് പിന്നെ ബോർഡൊന്നും വയ്ക്കണ്ട. ഈ വണ്ടി കണ്ടാൽ ഞാനുണ്ടെന്നറിയാം. പഴയ മോഡൽ കാറുകളും ഒക്കെ ഉണ്ട് അതിൽ. പഴയ മോഡൽ വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ ബിന്ദു വാങ്ങിച്ചുകൊണ്ട് തന്നാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പല സ്ഥലത്തുനിന്നും ഇന്തോനേഷ്യയിൽ നിന്ന് വരും. പിന്നെ ഇന്തോനേഷ്യയിലെ എൻ്റെ ഒരു അടുത്ത ബിന്ദു ഉണ്ട്, അപ്പോൾ ബിജു എന്ന് പറയും. ബിജു അവിടെ നിന്ന് കൊടുത്തത് എപ്പോഴും എന്തെങ്കിലും കൊടുക്കും. ഈ തിരക്ക് പിടിച്ച സമയത്ത് സ്വകാര്യ സമയം എന്ന് പറയുന്നത് കുറവായിരിക്കും. ആ സമയത്ത് ഇതൊക്കെ ഷെൽഫിൽ നിന്ന് പുറത്ത് എടുക്കാറുണ്ട്. രാവിലെ ഓരോ ബാച്ചായിട്ട് എടുത്തു, ഒരു 3-4 എടുത്ത് വെളി വയ്ക്കും. അതിരാവിലെ എഴുന്നേറ്റിട്ട് ഒരു മണിക്കൂർ സമയമാണ് ഞാൻ ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത്. രാത്രിയൊക്കെ വരുമ്പോൾ ലേറ്റാകും. ആ സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം നടക്കത്തില്ല. ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കുറച്ച് നേരം റിമോട്ടൊക്കെ എടുത്ത് ബാറ്ററിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഓടി. എന്നിട്ട് ഈ ഒരു ബാച്ചിനെ ഒരു 4-5 എണ്ണം അകത്ത് വയ്ക്കും. അതിന് അടുത്ത 4-5 എണ്ണം എല്ലാ സാധനങ്ങളും ഉണ്ട്. അകത്ത് കയറി ഒന്ന് കണ്ടു നോക്കും. ഹിറ്റാച്ചി, പിന്നെ JCB, ഹിറ്റാച്ചി, ഇല്ലാത്ത സംഭവങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഏതായാലും വളരെ മന്ത്രിയുടെ ഗതാഗത മന്ത്രി, അതാണ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ ഏറ്റവും രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ളൊരു ഹോബിയാണ് നമ്മൾ ഇതിനകത്ത് കൂടി ഇവിടെ വന്ന് വളരെ യാദൃച്ഛികമായി ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തത്.